ഞാൻ പിഷാരടി എന്ന് പറഞ്ഞ വ്യക്തിയെ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ദുരന്തോ എക്സ്പ്രസ് ഇവിടെ ഉണ്ടായിരുന്ന ഞാനിപ്പോ ദുരന്തമൊന്നും പറയാറില്ല. അതൊക്കെ എന്നെ നിർത്തി. 2020 രാഷ്ട്രീയ പാർട്ടിയിൽ ചില വന്നവരെയൊക്കെ പരിഹസിക്കുന്ന കണ്ടപ്പോഴത്തേക്ക് ഞാനൊരു പൊതു ചോദ്യം ചോദിച്ചതാണ്. സാറേ ആ സമയത്ത് മാസിലങ്ങ് ആയിപ്പോയാണ് സാറേ അങ്ങനെയൊക്കെ. ആരാണ് യോഗ്യൻ ആരാണ് അയോഗ്യൻ എന്ന് ജനം തീരുമാനിക്കട്ടെ. അതാണ് ഞാൻ പറഞ്ഞത്. അതിന്റെ ഒന്നും ആവശ്യമില്ല. എന്തിനാ വെറുതെ ബുദ്ധിമുട്ടുന്നത്? അല്ലാതെ ഞാൻ അയാളെ വ്യക്തിപരമായിട്ട് പറയാം. അവിടെ പാലക്കാട് പോയി തോക്കാൻ പോകുന്ന ഒരാൾക്കെതിരെ ഞാനിവിടെ കിടന്ന് പറയേണ്ട കാര്യം. ഒരു കാര്യം മനസ്സിലായി. പിഷാരടിയോട് എനിക്കൊരു വ്യക്തിപരമായൊരു ദേഷ്യമുണ്ടായ ഇൻസിഡന്റ് ഉണ്ട്. അത് പിന്നെ അത് ഞാൻ നാളിതുവരെ ഞാൻ പറയണ്ട എന്ന് വിചാരിച്ചൊരു സംഭവമാണ്. അയ്യോ എന്നിട്ട് എന്ത് പറ്റി? കൈലടിയുടെ ഒരു പ്രോഗ്രാം മമ്മൂക്ക ഉൾപ്പെടെ മുഖ്യമന്ത്രി ഉൾപ്പെടെ ദുബായിൽ വെച്ച് നടന്നിട്ടുണ്ട്. എന്തിനിവിടെ പറയാൻ പോകുന്നു? അന്ന് ആ വേദി വെച്ചിട്ട് ജോജു ജോർജ് ഇറങ്ങിപ്പോയത് എന്താണെന്ന് നിങ്ങൾ ചോദിക്കണം. ഈ ചെറിയ കാര്യത്തിനാണോ സാറേ എന്നെ ജോജു ജോർജ് എന്താണ് ആ വേദി കയറാതിരുന്നതെന്ന് നിങ്ങൾ ചോദിക്കണം. ആ ഒറ്റ കാര്യത്തിൽ മാത്രമാണ് എനിക്ക് പ്രതിഷേധം. അതിന് എത്ര വൃത്തികെട്ട മനസ്സോട് കൂടിയിട്ടാണ് ഈ രമേശ് പിഷാരടി അവിടെ കളിച്ചതെന്നുള്ള കാര്യം നിങ്ങൾ ചോദിക്കണം. വിടക്ക് സ്വഭാവം അല്ലേ? എനിക്ക് ആ ഒരു ദേഷ്യം മനസ്സിലുണ്ട്. നീ ആരടാ? നിന്നെ കണ്ട അന്ന് ഞാൻ നിനക്ക് ഓങ്ങി വെച്ചതാ. അയാൾ ആ വേദിയിലേക്ക് കയറാൻ പറ്റിയില്ല. വേണ്ട, അവൻ എന്തെങ്കിലും കാണിക്കട്ടെ. ഇവിടുന്ന് മുഖ്യമന്ത്രി ഉൾപ്പെടെ വിളിച്ചിട്ട് മമ്മൂക്ക ഉൾപ്പെടെ വിളിച്ചതിന്റെ പേരിലാണ് ജോജു യഥാർത്ഥത്തിൽ അന്ന് ആ പരിപാടിക്ക് പങ്കെടുത്തത്. നാവെടുത്ത കള്ളത്തരെ പറയൂ. പക്ഷേ ജോജുവിനെ ആ വേദി കയറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് ചില കളികൾ കളിച്ചതിൽ ഒരു പ്രധാനി പിഷാരടി ആയിരുന്നു.